ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞങ്ങൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലാണ്. ഇങ്ങോട്ട് ട്രെയിനിലാട്ടോ വന്നത്. കാരണം ഞങ്ങൾക്ക് 1-2 അമ്പലത്തിലൊക്കെ പോകണം എന്നുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി ശ്രീകാളഹസ്തിയിലേക്ക് പോകണം. അവിടേക്ക് വേറെ ഒരു ട്രെയിൻ ഉണ്ട്. ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ അകലെയാണ് കാളഹസ്തി. അപ്പോൾ അങ്ങോട്ടേക്ക് വേണം ഇനി പോവാൻ. രാവിലെ തന്നെ ഒരു പൊങ്കൽ കഴിച്ചു. എനിക്ക് എവിടെ ചെന്നാലും ആ നാട്ടിലെ ഒരു ടേസ്റ്റിലുള്ള ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പൊങ്കൽ കഴിച്ചു. ഹസ്ബൻഡ് മക്കളൊക്കെ മസാല ദോശയാണ് കഴിച്ചത്. അപ്പോൾ എനിക്കിഷ്ടമാണ് ഒരു പുതിയ ടേസ്റ്റ് അറിയാനുള്ള കഴിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും അതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്നൊക്കെ. നമ്മൾ കാണാൻ കൊതിച്ചു വന്ന അമ്പലം ഇതാണ്, ശ്രീകാളഹസ്തി. അവിടുത്തെ അമ്പലമാണ്. അതിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ. 4 ഭാഗത്തും വഴികളും 4 ഭാഗത്തും ഗോപുരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവില്ല അകത്ത് അമ്പലം എങ്ങനെയാണെന്ന് പോലും പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. അവിടെ എൻക്വയറിയിലൊന്നും തിരക്കി നോക്കി, പക്ഷേ അവിടെ ഉള്ളൊരു തെലുങ്കിൽ എന്തൊക്കെയോ പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ഞങ്ങൾ നേരെ സഹസ്രലിംഗ ടെമ്പിൾ കാണാനാണ് പോയത്. അപ്പോൾ ഞങ്ങൾ 2 ദിവസം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ പിറ്റേ ദിവസം അമ്പലത്തിൽ കയറാമെന്നാണ് വിചാരിച്ചത്. കാരണം കുറേ അധികം ആചാരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതൊന്ന് തിരക്കിയിട്ടൊക്കെ അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചാണ് പിറ്റേ ദിവസത്തേക്ക് മാറ്റിയത്. ഇതിവിടുത്തെ രാത്രിയിലത്തെ കാഴ്ച കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ രാത്രിയിലൊക്കെ. ഞങ്ങളൊന്ന് രാത്രിയിൽ നടക്കാൻ ഇറങ്ങിയാണ്. മാത്രമല്ല അമ്പലത്തിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ മറ്റുള്ള ആരോടെങ്കിലും തിരക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ പറയാനുള്ളൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ കുറേ അധികം ക്യാഷ് ചേഞ്ച് ആക്കി വെക്കുക. കാരണം ഇവിടെ നമ്മൾ കാണുന്ന 100 പേരിൽ 70 പേരും നമ്മളോട് പൈസ ചോദിക്കും. അപ്പോൾ അവർക്ക് കൊടുക്കണമെങ്കിൽ ചേഞ്ച് ആക്കി തന്നെ വെച്ചാലേ പറ്റൂ. അങ്ങനെ നടന്ന് ഞങ്ങളൊരു ചോളക്കടയിൽ എത്തി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോളായിരുന്നു, നല്ല രുചിയായിരുന്നു കേട്ടോ അതിന്. അപ്പോൾ അങ്ങനെ പുള്ളിയെ പരിചയപ്പെട്ടു. പുള്ളി തമിഴായിരുന്നു. അപ്പോൾ കുറേ അധികം അമ്പലത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അവിടുത്തെ ആചാരങ്ങളെ പറ്റിയൊക്കെ പുള്ളി പറഞ്ഞു തന്നു. ചുരിദാറൊക്കെ ഇട്ടും അകത്ത് കയറാം കേട്ടോ. അപ്പോൾ മോഡേൺ ഡ്രസ്സൊന്നും ഇട്ടിട്ട് കയറ്റില്ല എന്നാണ് ആ ചോളക്കടക്കാരൻ പറഞ്ഞത്. അപ്പോൾ ദാ ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇവിടുന്ന് അകത്തേക്ക് കയറാൻ പറ്റും. ചൊവ്വയും വ്യാഴവുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പൂജയാണ് രാഹു കേതു പൂജ. സർപ്പദോഷത്തിനൊക്കെ പൂജ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഒരേ ഒരു ക്ഷേത്രം ഇത് തന്നെയാണ്. ഇവിടെയാണ് എല്ലാവരും വന്ന് പൂജ ചെയ്യാറുള്ളത്. പൂജയ്ക്ക് അതിൻ്റേതായ കുറേ ആചാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 10-12 ദിവസത്തേക്കൊന്നും ബന്ധുക്കളുടെ വീട്ടിലോ വേറെ അമ്പലത്തിലോ വേറെ പൂജകളിലോ ഒന്നും ഏർപ്പെടാൻ പാടില്ല എന്നാണ്. മാത്രമല്ല ഇഴജന്തുക്കളും അങ്ങായിട്ടുള്ള സമ്പർക്കവും ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്, അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആ കാണുന്ന ഗോപുരത്തിനപ്പുറത്തേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഞാനിനി അകത്ത് കയറി പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളോട് എല്ലാ വിശേഷങ്ങളും പറഞ്ഞു തരാം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വൈകിട്ട് വീണ്ടും വന്നതാട്ടോ. ഇത് അവിടുന്ന് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തിറങ്ങുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഇതിനകത്ത് ഇത്ര വലിയൊരു അമ്പലമാണ് ഉള്ളതെന്നൊരു വല്ലാത്തൊരു ഫീലുണ്ട് കേട്ടോ അകത്ത്. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അവിടെ കിട്ടുക. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ നമ്മൾ അകത്ത് കയറുമ്പോൾ ഒരുപാട് സ്ഥലം കാണില്ലേ, അതേപോലെ തന്നെയാണ് ഇതിനകത്തും. അകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എനിക്കൊന്നും 1000 ശിവലിംഗത്തിന് മേളിലുണ്ട്. ഓരോരുത്തരും വെച്ച് ആരാധിച്ചിരുന്ന ശിവലിംഗത്തിൻ്റെ രൂപങ്ങളാണ് അവിടെ ഒരുപാടുള്ളത്. അപ്പോൾ ഒരു വല്ലാത്തൊരു ഫീലുണ്ട് കേട്ടോ അകത്ത്. ഈ റോഡിൽ നിന്ന് കാണുമ്പോൾ നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല ഇതിനകത്ത് ഇത്ര വലിയൊരു അമ്പലമാണ് ഉള്ളതെന്ന്. നിങ്ങൾ തിരുപ്പതി വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കാണണം കേട്ടോ ഈ അമ്പലം.
അവിടുന്ന് ഇങ്ങോട്ട് ട്രെയിനുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വന്ന് കാണുക, ഈ അമ്പലം കാണുക ഒരു പ്രാവശ്യം. അതേപോലെ തന്നെയാണ് സഹസ്രലിംഗ ടെമ്പിളും. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അത് രണ്ടും എനിക്ക് അങ്ങനെ തോന്നിയത്. കുറേ നേരം ഞങ്ങളവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇതാണോ അപ്പോൾ നമ്മൾ ആദ്യം കയറിയതാണോ മെയിൻ എൻട്രൻസ് എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. നമ്മൾ ഇന്നലെ കഴിച്ച ചോളക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു ചോളം കൂടി കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നു. പുള്ളി തമിഴായതുകൊണ്ട് നമുക്ക് സംസാരിക്കാനും ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോളമൊക്കെ കഴിച്ച് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ അതിൻ്റെ പുറത്ത് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് എന്തോ ഒരു സംഭവമൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. എന്തായാലും അങ്ങനെ പുള്ളിയോട് യാത്ര പറഞ്ഞ് ഞങ്ങളും ഇറങ്ങി. നമ്മൾ ഇന്നലെ രാത്രിയിൽ കണ്ടില്ലേ ഒരു മലമുകളിലുള്ള അമ്പലം, അതാണ് കേട്ടോ. ഇവിടുത്തെ പ്രസാദം എൻ്റെ പുളിച്ചോറാണ്. പുളിസാദം ഇല്ലേ, അതും ലഡുവാണ്, വലിയ ലഡു. ഇതാണ് സംഭവം. നമ്മൾ ഹോട്ടലിൽ മുറിയിൽ വന്നതിന് ശേഷമാണ് നോക്കിയത്. നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഈ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. നമ്മുടെ യാത്ര ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനിയും കുറേ അധികം സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വ്ളോഗായിട്ടോ നല്ലൊരു റെസിപ്പി ആയിട്ടോ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.